ഹലോ ഹായ്. അങ്ങനെ നമ്മൾ 2023 ചോദ്യപേപ്പറിലേക്ക് കടക്കുകയാണ്. 2023 LCM HCF ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള 15 ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, അതിൽ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 362 ഈ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ അതിനൊരു എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? 362 എന്നീ സംഖ്യകളുടെ ലസാഗുവാണ്. ആ കൂട്ടത്തിൽ വലുതിനെ നമ്മൾ എടുക്കും. ഈ കൂട്ടത്തിൽ ആരാണ് വലുത്? ഈ കൂട്ടത്തിൽ 6 ആണ് വലുത്. 6 അല്ലെ? 6 3ന്റെ ഗുണിതമാണോ? ആണ്. 2ന്റെ ഗുണിതമാണോ? ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം അഥവാ ലസാഗു LCM എന്ന് പറയുന്നത് 6 തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നമ്മളെ ട്രഡീഷണൽ രീതിയിൽ ചെയ്ത് നോക്കിയാലും 3,6,2 ചെയ്ത് നോക്കാം. നമ്മൾ ഇതിനെ 2 കൊണ്ട് ചെറുതാക്കുന്നു, 3ന് ചെറുതാക്കാൻ പറ്റില്ല. അതുപോലെ എഴുതുന്നു. 6ൽ എത്ര രണ്ടുകൾ? 3 രണ്ടുകൾ. 2ൽ ഒരു 2. 3, 3, 1നെ നമുക്ക് 3 കൊണ്ട് ചെറുതാക്കാം. 3ൽ ഒരു തവണ, അടുത്ത 3ലും ഒരു തവണ. 1ന് ചെറുതാക്കാൻ പറ്റില്ല, 1 അങ്ങനെ എഴുതി. LCM ആയതുകൊണ്ട് L ഷേപ്പിൽ ഗുണിക്കുന്നു. 1നെ ഗുണിച്ച് സമയം കളയണ്ട എന്ന് ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഈ 2നെയും 3നെയും ഗുണിച്ചാൽ മതി. 2, 3 ഗുണിച്ചാൽ അപ്പോഴും കിട്ടുന്നത് എത്രയാടാ? അപ്പോഴും കിട്ടുന്നത് 6 തന്നെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബിയിൽ കിടക്കുന്ന 6 ആണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ: 216, 72, 30 ഇവയുടെ ഉസാഗ കണ്ടുപിടിക്കണം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. 216, 72, 30 ഇതെല്ലാം ഇരട്ട സംഖ്യകളായതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ചെറുതാക്കുന്നു? 2 കൊണ്ട് ചെറുതാക്കുന്നു. 216ൽ എത്ര രണ്ടുകൾ? അഥവാ 216ന്റെ പകുതി 108 എന്ന് കിട്ടും. 72ൽ എത്ര രണ്ടുകൾ? 72ന്റെ പകുതി 36. 30ൽ എത്ര രണ്ടുകൾ? 30ന്റെ പകുതി അത് 15. ഇനി എന്തുകൊണ്ട് ചെറുതാക്കാം? നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്ന ഹരണസാധ്യതാ നിയമം എന്ന് പറയുന്ന ടോപ്പിക്ക് കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഏത് സംഖ്യ കൊണ്ട് ഒരു സംഖ്യയെ പൂർണ്ണമായി ഹരിക്കാൻ പറ്റും എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മക്കളെ, ഈ തന്നിരിക്കുന്ന 3 സംഖ്യകളെയും 3 കൊണ്ട് ചെറുതാക്കാം. കാരണം ഇതിലെ അക്കങ്ങളെല്ലാം കൂട്ടുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടുന്നത് ഉത്തരമായിട്ട്, അല്ലെ? 1 + 0 + 8 കിട്ടുന്നത് 9. അത് 3ന്റെ ഗുണന പട്ടികയിലുണ്ട്, അഥവാ 3ന്റെ ഗുണിതാണ്. 3ഉം 6ഉം കൂട്ടിയാലും 9, അത് 3ന്റെ ഗുണിതമാണ്. 1ഉം 5ഉം കൂട്ടിയാൽ 6, അതും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇവരെ 3 കൊണ്ട് ചെറുതാക്കാം. 10ൽ എത്ര 3കൾ? 3 3കൾ. ബാക്കി ഒരു 1 ആ 8ന്റെ ഒപ്പം ചേരും. 18ൽ എത്ര 3കൾ എന്ന് ചോദിച്ചാൽ 6 3കൾ. ഇനി 36ൽ എത്ര 3കൾ? 3ൽ ഒരു 3, 6ൽ 2 3, 12 എന്നായി. 15ൽ എത്ര 3കൾ? 15ൽ 5 3കൾ. ഓക്കെ. ഇനി 3 എണ്ണത്തിനെയും ചെറുതാക്കാൻ കഴിയണം. നമ്മൾ കാണുന്നത് ഉസാഗയാണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്, HCF ആണ്. മിനിമം 2ലെങ്കിലും പോയിട്ട് കാര്യമില്ല. ഈ 3 സംഖ്യകളെയും ഒരുപോലെ ചെറുതാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് അങ്ങനെ ആരെയും കണ്ടെത്താൻ കഴിയില്ല. കാരണം എന്താ? ഇവിടെ ഒരു 5 ഉണ്ട്. 5ന്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത 5ന്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത ആ സംഖ്യയുടെ അവസാനം ഒന്നുകിൽ 5 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇവിടെ അവസാനം 5 അല്ല 0 അല്ല. ഇവിടെയും അവസാനം 5 അല്ല 0 അല്ല, 2 ആണ്. ഓക്കെ. അപ്പൊ 5 കൊണ്ട് ഈ 2 എണ്ണത്തിന് ചെറുതാക്കാൻ പറ്റില്ല. മൂന്നാമത്തെ സംഖ്യ ഈ ഇരിക്കുന്ന 2 സംഖ്യകളുടെയും ഗുണിതമല്ല, ഘടകമല്ല. അപ്പൊ നമുക്ക് ഈ 3 എണ്ണത്തിനും ഒരുപോലെ ചെറുതാക്കാൻ പറ്റുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുന്നു. ഉസാഗയാണ് കാണാൻ പറഞ്ഞത്, അതുകൊണ്ട് ഇടതുവശത്തുള്ളവരെ മാത്രം നമ്മൾ ഗുണിക്കും. ഇവിടെ ഇടതുവശത്ത് ആരൊക്കെയുണ്ട്? 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. അവരെ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. അതും 6 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. 2 ചോദ്യങ്ങൾ സെറ്റായി. നമ്മൾ നേരെ പോകുന്നു 3ാമത്തെ ചോദ്യത്തിലേക്ക്. യെസ്, ഈ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്താ ഈ ചോദ്യത്തിൽ പറയുന്നത്? 2 എണ്ണൽ സംഖ്യകളുടെ ലസാഗു തന്നിരിക്കുന്നു, അത് 60. അവയുടെ ഉസാഗയും തന്നിരിക്കുന്നു, അത് 8. എങ്കിൽ ആ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് എത്ര? ഞാൻ എന്തു പറഞ്ഞു? 2 സംഖ്യകൾ, ആ സംഖ്യകളുടെ ലസാഗുവും ഉസാഗയും തന്നിട്ടുണ്ടെങ്കിൽ, എടാ ഈ ലസാഗവും
ഉസാഗയും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് തന്നെയായിരിക്കും ഈ സംഖ്യകളുടെ ഗുണനഫലവും. ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതും. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? LCM തന്നിട്ടുണ്ട് 60. HCF അഥവാ ഉസാഗ തന്നിട്ടുണ്ട് 8. ഇത് ഗുണിച്ചാൽ എത്രയാണോ കിട്ടുക അതായിരിക്കും സംഖ്യകളുടെ ഗുണനഫലം. ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലും കിട്ടുക. 60 ഗുണം 8 8 6 48, ഒരു 0 ഇട്ടാൽ ഉത്തരം 480 എന്ന് കിട്ടും. 480 എവിടെ കിടക്കുന്നു? ഓപ്ഷൻ എയിൽ കിടക്കുന്നു. അതാണ് നമ്മുടെ ശരിയായ ഉത്തരം. നമ്മളങ്ങനെ 4-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 4-ാമത്തെ ചോദ്യം പറയുന്നത് ഇങ്ങനെ: 12, 16, 18 ഈ സംഖ്യകളുടെ ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടത്. ലസാഗു LCM കണ്ടുപിടിക്കാം. സാധാരണ ചെയ്യുന്ന വഴി 12, 16, 18 എഴുതി എല്ലാം ഇരട്ട സംഖ്യകളായതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് ആദ്യം ചെറുതാക്കാം. 2 കൊണ്ട് ചെറുതാക്കിയാൽ 12-ൽ എത്ര രണ്ടുകൾ? അഥവാ 12-ന്റെ പകുതി 6, 16-ന്റെ പകുതി 8, 18-ന്റെ പകുതി 9. ഇനിയും 2 കൊണ്ട് ചെറുതാക്കാം. ആരൊക്കെ? 6-നെയും 8-നെയും ചെറുതാക്കാം. 6-ൽ എത്ര രണ്ടുകൾ? 6-ന്റെ പകുതി 3, 8-ന്റെ പകുതി 4, 9-നെ ചെറുതാക്കാൻ പറ്റില്ല, നമ്മൾ അതുപോലെ എഴുതി. ഇനിയും നമുക്ക് ചെറുതാക്കാം, കാരണം 3-നെയും 9-നെയും ചെറുതാക്കാൻ പറ്റും. മിനിമം 3 എണ്ണത്തിനെങ്കിലും ചെറുതാക്കാൻ പറ്റിയാൽ LCM-ൽ നമുക്ക് ചെറുതാക്കാം. പക്ഷെ HCF-ൽ ആ പരിപാടി നടക്കില്ല. ഉള്ളവരെ മൊത്തത്തിൽ ചെറുതാക്കാൻ പറ്റണം. ഓക്കെ, ഇവിടെ നമ്മൾ 3 കൊണ്ട് ചെറുതാക്കുന്നു. 3-ൽ ഒരു 3, 4-നെ ചെറുതാക്കാൻ പറ്റില്ല, നമ്മൾ അതുപോലെ എഴുതുന്നു. 9-ൽ 3, 3. ഇനി ഏതെങ്കിലും 2 എണ്ണത്തിന് ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു. LCM ആണ് കാണേണ്ടത്. LCM ആണ് കാണേണ്ടത്. അതുകൊണ്ട് L ഷേപ്പിൽ ഗുണിക്കണം. ആരെ? L ഷേപ്പിൽ സൈഡിലിരിക്കുന്നവരെ മൊത്തം ഗുണിക്കണം. ഞാൻ ഈ 1 എഴുതുന്നില്ല, സമയം കളയണ്ടല്ലോ. 4 ഇൻറ്റു ഓക്കെ 4 ഗുണം 3 ചെയ്താൽ 12 കിട്ടും. 12 ഗുണം 3 ചെയ്താൽ 36 കിട്ടും. 36 ഗുണം 2 36-ന്റെ ഇരട്ടി 72. 72-ന്റെ ഇരട്ടി ഉത്തരം 144 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം 144 ആണ്. 144 ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. ഓപ്ഷൻ ബിയിൽ കിടക്കുന്നതാണ് നമ്മുടെ ശരിയായ ഉത്തരം. നമുക്ക് 5-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സെയിം ടൈപ്പാണ്. 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിന്റെ ലസാഗു കണ്ടുപിടിക്കണം. 18, 36, 72. 18, 36, 72. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ എളുപ്പവഴി ഇവിടെ യൂസ് ചെയ്യാം. നോക്കിക്കേ, 72 ഈ കൂട്ടത്തിലെ ഏറ്റവും വലുത്. ആ 72 36-ന്റെ ഗുണിതമാണോ? 36-ന്റെ ഇരട്ടിയാണ് 72. ഇനി 18-ന്റെ ഗുണന പട്ടികയിൽ അങ്ങേരുണ്ടോ? ഈ ഒറ്റയുടെ സ്ഥാനത്തുള്ള ആള് 8 ആണ്. 8-നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഒറ്റയുടെ സ്ഥാനത്ത് 2 വരിക നോക്കുക. 8, 4, 32 ആണ്. അപ്പൊ നമ്മൾ 18 4കൾ നോക്കാം. 8, 4, 32, 2, 3, 1, 4, 4, 4, 3, 7. അപ്പൊ 18-ന്റെ ഗുണന പട്ടികയിലും 72 വരുന്നുണ്ട്. 36-ന്റെ ഗുണന പട്ടികയിലും 72 വരുന്നുണ്ട്. 72-ന്റെ ഗുണന പട്ടികയിലും 72 വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ LCM എന്ന് പറയുന്നത് 72 ആണ്. എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം അങ്ങനെ. ഇനി സാധാരണ പോലെ ചെയ്താൽ നമുക്ക് ഇതിനെയൊക്കെ 2 കൊണ്ട് ചെറുതാക്കാം. 18-ന്റെ പകുതി 9, അല്ലെങ്കിൽ 18-ൽ എത്ര രണ്ടുകളുണ്ട്, അല്ലെങ്കിൽ 18/2 9. 36-ന്റെ പകുതി 18, 72-ന്റെ പകുതി 36. ഇനി ഇവരെയെല്ലാം എനിക്ക് വേണമെങ്കിൽ 9 കൊണ്ട് ചെറുതാക്കാം. ഞാനിവിടെ 3 കൊണ്ട് ചെറുതാക്കുന്നു. ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ നല്ലതാണ്. അഭാജ്യ സംഖ്യ കൊണ്ട് തന്നെ ചെറുതാക്കി പഠിക്കാം. 9-ൽ എത്ര 3കൾ എന്ന് ചോദിച്ചാൽ 3, 18-ൽ 6 3കൾ, 36-ൽ 12 3കൾ. ഇപ്പൊ എനിക്ക് വീണ്ടും 3 കൊണ്ട് ചെറുതാക്കാം. 3 കൊണ്ട് ചെറുതാക്കിയാൽ 1, 2, 4 എന്ന് കിട്ടി. നമുക്ക് ഇവരെ 2 കൊണ്ട് ചെറുതാക്കാം. 1-ന് ചെറുതാക്കാൻ പറ്റില്ല, അതുപോലെ എഴുതി 1, 2. നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. LCM ആയതുകൊണ്ട് ഞാൻ L ഷേപ്പിൽ ഗുണിക്കണം. ആരെയൊക്കെ? 2 ഗുണം 3 ഗുണം 3 ഗുണം 2 ഗുണം 2. ഈ 1കളെ ഞാൻ എഴുതുന്നില്ല. ഓക്കെ, 3 ഗുണം 3 9, 9-ന്റെ ഇരട്ടി 18, 18-ന്റെ ഇരട്ടി 36, 36-ന്റെ ഇരട്ടി 72. അപ്പൊ എങ്ങനെ ചെയ്താലും കിട്ടുന്ന ഉത്തരം എന്താണെടാ? എങ്ങനെ ചെയ്താലും കിട്ടുന്ന ഉത്തരം 72 ആണ്. 72 ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് 6-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ LCM ആണോ കാണേണ്ടത്, HCF ആണോ കാണേണ്ടത്? നിങ്ങൾക്ക് ആ ചോദ്യത്തിൽ എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടോ നോക്കിക്കേടാ. അവിടെ കിടക്കുന്ന കണ്ടില്ലേ,
ഈ 3 സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ ഇതാണ് നിങ്ങളുടെ ക്ലൂ. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ചെറു പൊതുഗുണിതം അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അഥവാ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. 6, 8, 10 ചെയ്യാം. ഇനി എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി എന്താ? കൂട്ടത്തിൽ വലുതിനെ നമ്മൾ എടുക്കുന്നു 10. ആ 10 8ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് വിട്ടു. 10ന്റെ രണ്ടാമത്തെ ഗുണിതം 10 കഴിഞ്ഞാൽ ഒരു 10 10 2 10 20 20 8ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അതും വിട്ടു. 30 എടുത്തു. 30 8ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടോ? ഇല്ല. ഇനി 30 കഴിഞ്ഞാൽ 40 40 8ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടോ? ഉണ്ട്. എത്ര 8കൾ ചേരുമ്പോഴാണ് 40 വരിക? 5 8 40 അത് 6ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടോ നോക്കി. 6ന്റെ ഗുണന പട്ടികയിൽ ഇല്ല അല്ലെ. അടുത്തത് 50 ഇല്ല. 60 8ന്റെ ഗുണന പട്ടികയിൽ ഇല്ല. 70 ഇല്ല. 80 8ന്റെ ഉണ്ട് 6ന്റെ ഇല്ല. 90 ഇല്ല. 100 ഇല്ല. 110 ഇല്ല. അടുത്തത് 120. അങ്ങനെ 120 10ന്റെ ഗുണന പട്ടികയിലുണ്ട്. 8ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. 15 ഗുണം 8 120 6ന്റെ ഗുണന പട്ടികയിലുണ്ട്. എത്രയാ? 20 ഗുണം 6 120 ഓക്കെ. അപ്പൊ 120 10ന്റെ ഗുണന പട്ടികയിലുണ്ട്, 8ന്റെ ഗുണന പട്ടികയിലുണ്ട്, 6ന്റെ ഗുണന പട്ടികയിലുണ്ട്. അപ്പൊ ഇവരുടെ LCM എന്ന് പറയുന്നത് 120 ഇവരുടെ LCM എന്ന് പറയുന്നത് 120 നമുക്കിത് സാധാരണ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. 6, 8, 10 ചെറുതാക്കുന്നു. 2 കൊണ്ട് ചെറുതാക്കിയാൽ ഇവിടെ 3, 4, 5. ഇനി ചെറുതാക്കാൻ പറ്റില്ല. LCM ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ഇവരെ മൊത്തത്തിൽ ഗുണിക്കണം. L ഷേപ്പിൽ ഗുണിക്കണം. സമം 2 ഗുണം 3 ഗുണം 4 ഗുണം 5. ഞാൻ പറഞ്ഞു 5ഉം 2ഉം ഉണ്ടെങ്കിൽ അവരെ ആദ്യം തന്നെ ചേർത്ത് വെച്ചേക്കാം. കാരണം 5ഉം 2ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 10 10 കൊണ്ടൊരു സംഖ്യേനെ പെട്ടെന്ന് ഗുണിക്കാം. 10 എഴുതി വെച്ചു. 3 ഗുണം 4 എന്ന് പറഞ്ഞാൽ 12. 10 ഗുണം 12 എത്രയാടാ? 120. തെറ്റല്ലേ? എങ്ങനെ ചെയ്താലും കിട്ടുന്നത് 120 ഓപ്ഷൻ എ. 7ാമത്തെ ചോദ്യം എങ്ങനെ? 2 സംഖ്യകളുടെ ലസാഗു തന്നിരിക്കുന്നു, അത് 300. ഉസാഗ തന്നിരിക്കുന്നു 10. അവയിൽ ഒരു സംഖ്യ തന്നിട്ടുണ്ട് 60. എങ്കിൽ മറ്റേ സംഖ്യ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഇക്വേഷൻ ആയിട്ടൊന്നും പഠിക്കണം എന്ന് പറയില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ ലസാഗുവും ആ സംഖ്യകളുടെ ഉസാഗയും തമ്മിലുള്ള ഗുണനഫലത്തിന് തുല്യമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം. ഈ സംഗതി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാം. ഒരു സംഖ്യ തന്നിട്ടുണ്ട് N1. ഒരു സംഖ്യ എന്താ തന്നിരിക്കുന്നത്? 60. രണ്ടാമത്തെ സംഖ്യ നമുക്ക് അറിയില്ല. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? LCM തന്നിട്ടുണ്ട്. എത്ര? 300. ഗുണിക്കണം. ഉസാഗ തന്നിട്ടുണ്ട് 10. എങ്കിൽ N2 കണ്ടുപിടിക്കാൻ, രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ, എടാ ഈ കൂടെ ഇരിക്കുന്ന ഗുണനം 60നെ നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് തട്ടിയാൽ പോരെ. അപ്പൊ എന്തായി അവിടെ? ഇവിടെ ഓൾറെഡി 300 ഗുണം 10 ഉണ്ട്. ബൈ ഈ 60 താഴേക്ക് വരുന്നു. ഈ 10ഉം ഈ 0 കട്ട് ചെയ്ത് കളയാം. ഓക്കെ. ഇനി 30ൽ എത്ര ആറുകൾ? 30ൽ 5 ആറുകൾ. അപ്പൊ 300ൽ 50 ആറുകൾ. അപ്പൊ രണ്ടാമത്തെ സംഖ്യ നമുക്ക് കിട്ടി, അത് 50 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ബി 50 ആണ് നമ്മുടെ ശരി ഉത്തരം. നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ. 8ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1, 3 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 2, 4 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 3, 5 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 4. അങ്ങനെ കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു വട്ടം, കഴിഞ്ഞ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം കിട്ടിയത് 1, 3 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം കിട്ടിയത് 2, 4 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം കിട്ടിയത് 3, 5 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം കിട്ടിയത് 4. അപ്പൊ ഏറ്റവും ചെറിയ എന്ന കോഡ് കണ്ടാൽ, ആ ക്ലൂ കണ്ടാൽ, കീവേഡ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം?
ഇവരുടെ LCM കണ്ടുപിടിക്കണം. എന്തിൻ്റെ? ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത്, ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് അവരുടെ LCM കണ്ടുപിടിക്കണം. അവരുടെ LCM കണ്ടുപിടിക്കണം. 2, 3, 4, 5 ചെറുതാക്കാം. 2 കൊണ്ട് ചെറുതാക്കിയാൽ ഇവിടെ 1, 3, 2, 5. ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ LCM ആയതുകൊണ്ട് L ഷേപ്പിൽ ഗുണിക്കണം. 5 ഗുണം 2 10. നമ്മൾ ആ 10 അവിടെ നിർത്തി. 2 ഗുണം 3 6. അപ്പോൾ 6 ഗുണം 10 60 നമ്മുടെ LCM. 60 നമ്മുടെ LCM. ഓക്കെ. സാധാരണ ഓപ്ഷനിൽ 60 കാണാറുണ്ട്. സാധാരണ ഓപ്ഷനിൽ ചിലപ്പോൾ ഓപ്ഷൻ A തന്നെ 60 ആയിരിക്കും. ചാടിക്കേറി അത് കറപ്പിക്കും. ഓക്കെ. ഇത് ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനി എന്തുകൂടി ചെയ്യണം? എടാ, ഇവർക്കിടയിലുള്ള വ്യത്യാസം ഈ LCMൽ നിന്ന് കുറയ്ക്കണം, ഈ ലസാഗുവിൽ നിന്ന് കുറയ്ക്കണം. ഇവിടെ എല്ലാവരുടെയും വ്യത്യാസം കോമൺ ആയിരിക്കും, അത് ഈക്വൽ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ 5ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 1, 4ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 1, 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1, 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എടുത്താലും 1. ഇവരുടെ എല്ലാം വ്യത്യാസം, എല്ലാവരുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 1. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? LCMൽ നിന്ന് കുറയ്ക്കണം ഈ വ്യത്യാസം. അപ്പോൾ 60 - 1 എന്ന് വരും. എത്രയാ? 59 നമ്മുടെ ശരിയായ ഉത്തരം. അത് ഓപ്ഷൻ സിയിൽ കിടക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, ക്വസ്റ്റ്യൻ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് തരാം. അപ്പോൾ സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു. സംഖ്യ 59 കണ്ടുപിടിച്ചു. ഇനി ഞാൻ ഈ 59നെ 2 കൊണ്ട് ഹരിക്കാൻ പോവാം. അപ്പോൾ 2 കൊണ്ട് ഹരിച്ചാൽ എനിക്ക് എന്ത് കിട്ടണം? ശിഷ്ടം 1 കിട്ടണം. 5ൽ 2 2കൾ 4, ശിഷ്ടം 1, 9. 19ൽ എത്ര 2കൾ എന്ന് ചോദിച്ചാൽ 9 2കൾ, 9 2 18, ശിഷ്ടം 1. സെറ്റ്. അപ്പോൾ 2 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 1 കിട്ടി. അത് ക്ലിയറായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 59നെ 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ട് ഹരിച്ചു നോക്കാം. കണ്ടീഷൻ ക്ലിയർ ആണോ നോക്കണ്ടേ? ഈ 59നെ ഞാനിനി എന്തുകൊണ്ട് ഹരിക്കണം? 3 കൊണ്ട് ഹരിക്കണം. 5ൽ എത്ര 3കൾ? 5ൽ ഒരു 3. 5ൽ നിന്ന് 3 പോയാൽ 2, അപ്പുറത്തുള്ള 9 ഇറക്കിയിട്ട് 29 ആയി. 29ൽ എത്ര 3കൾ എന്ന് ചോദിച്ചാൽ 9 3കൾ, 9 3 27, ശിഷ്ടം 2. അപ്പോൾ 3 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം നമുക്ക് 2 കിട്ടി. അപ്പോൾ അതും സെറ്റായി. ഇനി എന്തുകൊണ്ട് ഹരിക്കണം? 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 4 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പോൾ 59 ഹരിക്കണം 4 ചെയ്യുന്നു. 4 ചെയ്താൽ 5ൽ ഒരു 4. 5ൽ നിന്ന് 4 പോയാൽ ശിഷ്ടം 1. അടുത്ത 9നെ ഇറക്കിയിട്ട് 19 ആയി. 19ൽ എത്ര 4 എന്ന് ചോദിച്ചാൽ 4 4കൾ ചേർന്നാൽ 16. 19ൽ നിന്ന് 16 പോയാൽ ബാക്കി. അപ്പം 4 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടി എന്ത്? ശിഷ്ടം 3. അതും ശരിയായി. ഇനി 5 കൊണ്ടും കൂടി ഹരിച്ചു നോക്കാം. 59നെ 5 കൊണ്ടും കൂടി ഹരിച്ചു നോക്കാം. 59 ഹരിക്കണം 5. 5ൽ ഒരു 5, ശിഷ്ടം 0. അടുത്ത 9നെ ഇറക്കിയിട്ടു. 9ൽ എത്ര 5? അവിടെയും ഒരു 5. 9ൽ നിന്ന് 5 പോയാൽ ശിഷ്ടം 4. അപ്പം 5 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 4. അപ്പോൾ പലർക്കും നേരത്തെ ഉണ്ടായിരുന്ന സംശയം ഒരുപക്ഷെ മാറിയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തവർക്ക് ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുന്ന വഴി. നമ്മൾ എന്ത് ചെയ്യും? ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യകളുടെയൊക്കെ LCM കണ്ടുപിടിക്കും. ഈ ഹരിച്ച സംഖ്യയും കിട്ടിയ ശിഷ്ടവും തമ്മിലുള്ള വ്യത്യാസം അതെല്ലാ കേസിലും ഈക്വൽ ആയിരിക്കും. ആ വ്യത്യാസം നമ്മൾ എടുക്കുക. ഈ LCM കണ്ടുപിടിച്ചതിൽ നിന്ന് ഈ വ്യത്യാസം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ പറയുന്ന ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് കിട്ടും. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലാത്തവർ ദയവ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണണം. ഓക്കെ. അങ്ങനെ 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകണം. 9ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 4, 12, 20 എന്നീ സംഖ്യകളുടെ ലസാഗു കണ്ടുപിടിക്കണം. 4, 12, 20. 4, 12, 20 LCM കണ്ടുപിടിക്കാൻ ഇനിയും വഴികളുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആകണ്ട എന്ന് പറഞ്ഞിട്ടാണ് പല വഴികളും സ്കിപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ 4ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ 4ന്റെ ഗുണിതങ്ങളായി എഴുതി
അതിൽ നിന്ന് ഒരു 4 മാത്രം എടുത്ത് ബാക്കിയുള്ളതിനെ ഗുണിച്ച് അങ്ങനെ കണ്ടുപിടിക്കാം. ആ വഴി ഞാൻ പറയുന്നില്ല, കൺഫ്യൂഷൻ ആക്കണ്ട. ഈ ഒരു വഴിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എക്സ്പെർട്ട് ആയാൽ മതി. 4, 12, 20 നമ്മൾ ചെറുതാക്കുന്നു 2 കൊണ്ട്. 2 കൊണ്ട് ചെറുതാക്കിയാൽ ഇവിടെ 2, 12ന്റെ പകുതി 6, 20ന്റെ പകുതി 10. വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെറുതാക്കുന്നു 1, 3, 5. ഇനി നമുക്ക് ചെറുതാക്കാനുള്ള വഴിയില്ല, നമ്മൾ നിർത്തി. കണ്ടുപിടിക്കേണ്ടത് LCM ആണ്. നമ്മൾ L ഷേപ്പിൽ ഗുണിക്കണം. LCM എന്ന് പറയുന്നത് 2 ഗുണം 2 ഗുണം 3 ഗുണം 5. ഓക്കെ, അപ്പൊ ഈ 5ഉം 2ഉം ഞാൻ ആദ്യം തന്നെ ചേർത്ത് വെച്ചു, 10 ആക്കി. 2 ഗുണം 3 6, 10 ഗുണം 6 60. നമ്മുടെ ഉത്തരം 60 ആണ്. ഐ തിങ്ക് ഓപ്ഷൻ എ ബൈ മിസ്റ്റേക്ക് ഒരു 1 കൂടിച്ചേർന്നതാണെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഉത്തരം 60 ആണ്. LCM എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം ഇങ്ങനെ: 36, 50, 75 എന്നീ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ. നമുക്ക് ചെയ്ത് നോക്കാം. 36, 50, 75. ഞാനിവരെ ആദ്യം 5 കൊണ്ട് ചെറുതാക്കുന്നു. 3 കൊണ്ടോ 5 കൊണ്ടോ 2 കൊണ്ടോ ഒക്കെ ചെറുതാക്കാം. ഞാൻ 5 കൊണ്ട് ചെറുതാക്കുന്നു. 36ന് ചെറുതാക്കാൻ പറ്റില്ല, ഞാൻ അതുപോലെ എഴുതി. 50ൽ 10 അഞ്ചുകൾ, 75ൽ 15 അഞ്ചുകൾ. ഞാൻ വീണ്ടും 5 കൊണ്ട് ചെറുതാക്കുന്നു. 5 കൊണ്ട് ചെറുതാക്കിയാൽ 36ന് പറ്റില്ല, ഞാൻ അതുപോലെ എഴുതി. 10ൽ 2 അഞ്ചുകൾ, 15ൽ 3 അഞ്ചുകൾ. ഞാനിനി 36നെയും 3നെയും 3 കൊണ്ട് ചെറുതാക്കുന്നു. 36ൽ എത്ര 3കൾ എന്ന് ചോദിച്ചാൽ 12 3കൾ. 2നെ ചെറുതാക്കാൻ പറ്റില്ല, അതുപോലെ എഴുതി. 3ൽ 1 3. 12നെയും 2നെയും ഞാൻ 2 കൊണ്ട് ചെറുതാക്കുന്നു. ഇപ്പൊ ഇവിടെ 6 എന്ന് കിട്ടി. 2ൽ 1 കഴിഞ്ഞു. ഇപ്പൊ LCM എന്ന് പറയുന്നത് എന്താണ്? LCM ആയതുകൊണ്ട് L ഷേപ്പിൽ ഗുണിക്കണം. 5 ഗുണം 5 ഗുണം 3 ഗുണം 2 ഗുണം 6. ഓക്കെ, ഞാൻ ഈ 5ഉം ഈ 2ഉം ചേർത്തു 10 ആക്കി. ബാക്കിയുള്ളവരെ ഗുണിച്ചാൽ മതി. 5 ഗുണം 3 5 ഗുണം 3 15 ആണ്. 15 ഗുണം 6 2 15 ചേർന്നാൽ 30. 4 15 ചേർന്നാൽ 60. അപ്പൊ 6 15 ചേർന്നാൽ 90. 10 ഗുണം 90 എന്ന് പറഞ്ഞാൽ 900. 10 ഗുണം 90 എന്ന് പറഞ്ഞാൽ 900. 900 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. നമ്മൾ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 11ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 4 ഓപ്ഷൻ വായിച്ചു നോക്കാം. ഓപ്ഷൻ എ എങ്ങനെയാണ്: സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ 0 ആകും. സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ 0 ആകും. ശരിയാണോ? ഇല്ല. ഓപ്ഷൻ ബി: എല്ലാ സംഖ്യകളുടെയും ഉസാഗ എപ്പോഴും 1 ആയിരിക്കും. എല്ലാ സംഖ്യകളുടെയും ഉസാഗ 1 ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പൊതുഘടകങ്ങളില്ലാത്ത സംഖ്യകളുടെ ഉസാഗ 1 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ശരി. അപ്പൊ ഇതും തെറ്റ്. ഓപ്ഷൻ സി നോക്കാം. 2 സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. ശരിയല്ലേ? നമ്മൾ പഠിച്ചില്ലേ? 2 സംഖ്യകളുടെ ലസാഗു, ഉസാഗ തമ്മിൽ ഗുണിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമാണ്. ഓപ്ഷൻ സി ആണ് ശരി. ഓപ്ഷൻ ഡിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുമ്പോൾ ആ സംഖ്യ കിട്ടുന്നു. ഇത് ശരിയാണ് ഒരു തരത്തിലല്ലേ? 2 സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുമ്പോൾ സംഖ്യ കിട്ടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗുണിക്കുമ്പോൾ എന്തായാലും ഒരു സംഖ്യ കിട്ടും. പക്ഷേ ഒരു ഉദ്ദേശ സാധനം ഇതിൽ വന്നിട്ടില്ല. ഓപ്ഷൻ ഡി വാചികമായിട്ട് ശരിയാണ്, ലോജിക്കലി തെറ്റാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. 12ാമത്തെ ചോദ്യം ഇങ്ങനെ: 12, 28, 24 12, 28, 24 ഉസാഗ കണ്ടുപിടിക്കാനാണ്. 12, 28, 24 കണ്ടുപിടിക്കാം. 2 കൊണ്ട് ചെറുതാക്കാം. 6, 14, 12. വീണ്ടും 2 കൊണ്ട് ചെറുതാക്കാം. 3, 7, 6. ഇനി 3നെയും 6നെയും ചെറുതാക്കാൻ പറ്റും. പക്ഷെ ഉസാഗയാണ് കണ്ടുപിടിക്കേണ്ടത്. 3നെയും ചെറുതാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ വെച്ച് നിർത്തുന്നു. സൈഡിലുള്ളവരെ മാത്രം ഗുണിക്കുന്നു. 2 ഗുണം 2 ചെയ്താൽ കിട്ടുന്നതാണ് ഇതിന്റെ ഉസാഗ. അത് 4 ആണ്. 2 ഗുണം 2 4 ആണ്. 12ാമത്തെ ചോദ്യം സെറ്റ് അല്ലേ? ഇതൊക്കെ നമ്മൾ കുറെ ചെയ്താ.
അപ്പൊ 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 13ാമത്തെ ചോദ്യം ഇങ്ങനെ: രണ്ട് സംഖ്യകളുടെ ഉസാഗ തന്നിരിക്കുന്നു, അത് 11. അവയുടെ ലസാഗു തന്നിരിക്കുന്നു 693. അവയിൽ ഒരു സംഖ്യ 77 ആണെങ്കിൽ മറ്റേ സംഖ്യ. അപ്പൊ ഇക്വേഷൻ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ LCMഉം HCFും തമ്മിലുള്ള ഗുണനഫലത്തിനെ ആദ്യത്തെ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ മതി. LCM ഇവിടെ തന്നിരിക്കുന്നു 693. HCF എന്ന് പറയുന്നത് 77. ഒരു സംഖ്യ ഉസാഗ 11 അല്ലേ? ഉസാഗ 11 ഓക്കെ. ഒരു സംഖ്യ 77. ചെറുതാക്കാം. 11ഉം 77ഉം ചെറുതാക്കാം. 77ൽ എത്ര 11? 7 11. ഇനി 693നെ 7 കൊണ്ട് ചെറുതാക്കാം. 69ൽ എത്ര 7? 9 7 63. 9 7കൾ 69ലുണ്ട്. 69ൽ നിന്ന് 63 പോയാൽ ബാക്കി ഒരു 6 വരും. അത് ഇവിടെ ഇരിക്കുന്ന ആ 3ന്റെ കൂടെ ചേർത്ത് 63 എന്ന് വായിക്കാം. ഇനി 63ൽ എത്ര 7കൾ എന്ന് ചോദിച്ചാൽ 9 7കൾ. അങ്ങനെ നമ്മുടെ ഉത്തരം രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 99 എന്ന് കിട്ടും. 99 ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. അപ്പോൾ 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 14ാമത്തെ ചോദ്യം: 16, 24, 32 എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക. 16, 24, 32. 16, 24, 32. നമുക്കിവരെ 2 കൊണ്ട് ചെറുതാക്കാം. 16ന്റെ പകുതി 8, 24ന്റെ പകുതി 12, 32ന്റെ പകുതി 16. വീണ്ടും 2 കൊണ്ട് ചെറുതാക്കുന്നു. 8ന്റെ പകുതി 4, 12ന്റെ പകുതി 6, 16ന്റെ പകുതി 8. വീണ്ടും 2 കൊണ്ട് ചെറുതാക്കുന്നു. 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3, 8ന്റെ പകുതി 4. വീണ്ടും ഞാൻ 2 കൊണ്ട് ചെറുതാക്കുന്നു. 2ന്റെ പകുതി 1, 3നെ ചെറുതാക്കാൻ കഴിയില്ല. 4ന്റെ പകുതി നിർത്തി. LCM ആണ് കാണേണ്ടത്. L ഷേപ്പിൽ ഗുണിക്കുന്നു. 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം 3 ഗുണം 2. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. 3 ഗുണം 2, 3ന്റെ ഇരട്ടി 6, 6ന്റെ ഇരട്ടി 12, 12ന്റെ ഇരട്ടി 24, 24ന്റെ ഇരട്ടി 48, 48ന്റെ ഇരട്ടി ഉത്തരം 96. 48ന്റെ ഇരട്ടി 96. ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നതാണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 14 ചോദ്യങ്ങൾ സെറ്റായെങ്കിൽ 2023 ചോദിച്ചിട്ടുള്ള LCM HCFന്റെ ഭാഗത്തുനിന്ന് 10th ലെവലിൽ ചോദിച്ചിട്ടുള്ള അവസാനത്തെ ചോദ്യം 15ാമത്തെ ചോദ്യം അതിങ്ങനെയാണ്: 8, 12, 16 എന്നീ സംഖ്യകളുടെ ഉസാഗ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 8, 12, 16 എഴുതി. ചെറുതാക്കാം 2 കൊണ്ട്. 8ന്റെ പകുതി 4, 12ന്റെ പകുതി 6, 16ന്റെ പകുതി 8. വീണ്ടും ചെറുതാക്കാം 2 കൊണ്ട്. 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3, 8ന്റെ പകുതി 4. ഇത് ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. 2നെയും 4നെയും ചെറുതാക്കാം, പക്ഷേ 3നെ ചെറുതാക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കേണ്ടത് ഉസാഗയാണ്. 3ലും പൊതുവായി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ചെറുതാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പരിപാടി ഇവിടെ നിർത്തി സൈഡിലിരിക്കുന്നവരെ മാത്രം ഗുണിച്ചാൽ മതി. 2 ഗുണം 2 അതാണ് HCF. എത്രയാണ്? 4. 2 ഗുണം 2 4. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പോൾ 2023 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്.